നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത. നിങ്ങൾ എവിടെയായിരുന്നാലും അള്ളാഹുവിനെ സൂക്ഷിക്കണം. വ അത്ബിഇസ് സയ്യിഅത്തൽ ഹസനത, ഒരു തിന്മയെ നന്മ കൊണ്ട് ഫോളോ ചെയ്യണം. തംഹുഹ, എങ്കിൽ ആ തെറ്റിനെ ആ നന്മ മായ്ച്ചു കളയും. വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസനിൻ, ജനങ്ങളോട് നല്ല സ്വഭാവത്തോടു കൂടി പെരുമാറുകയും ചെയ്യണം. ഇതാണ് ഈ ഒരു ഹദീസ്. ഈ ഹദീസിൽ വളരെ ബൃഹത്തായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. അതിൽ ഒന്നാമത്തത് 3 കാര്യങ്ങളാണ്, 3 ഹക്കുകളെ സംബന്ധിച്ചാണ് ഈ ഹദീസിലുള്ളത്. ഒന്ന് ഹക്കുല്ലാഹ്, അള്ളാഹുവിന് ലഭിക്കേണ്ട അവകാശം. മറ്റൊന്ന് ഹക്കുൽ മുക്കല്ലഫ്, ഒരു മുക്കല്ലഫായ ഒരു മുസ്ലിമായ വ്യക്തിക്ക് സ്വന്തം ദേഹത്തോടുള്ള കടപ്പാട്, ബാധ്യത, അല്ലെങ്കിൽ തൻ്റെ ശരീരത്തിന് ലഭിക്കേണ്ട അവകാശം. മൂന്നാമത്തത് ഹക്കുൽ ഇബാദ്, നമ്മുടെ ചുറ്റിലും ജീവിക്കുന്ന മറ്റുള്ള ആളുകൾക്ക് നമ്മിൽ നിന്ന് ലഭിക്കേണ്ടുന്ന അവകാശം. ഇങ്ങനെ 3 അവകാശങ്ങൾ ഉൾക്കൊള്ളുന്ന ഹദീസാണ് ഈ ഒരു ഹദീസ്. ഈ ഹദീസിലെ ഒന്നാമത്തെ ഭാഗം ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത, നീ എവിടെയായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണം. തഖ്വ എന്ന് പറഞ്ഞാൽ നമ്മൾ പല സന്ദർഭങ്ങളിലായി മനസ്സിലാക്കിയതുപോലെ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യലും അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിനുമാണ് തഖ്വ എന്ന് പറയുന്നത്. കാരണം അതിലൂടെ മാത്രമേ നരകത്തിൽ നിന്നും അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. തഖ്വ എന്ന വാക്കിൻ്റെ ഭാഷാപരമായ അർത്ഥം സ്വയം സംരക്ഷിക്കുക എന്നാണ്. സ്വയം സംരക്ഷിക്കുക. എവിടെ നിന്ന് സംരക്ഷിക്കുക? നരകത്തിൽ നിന്നും അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്നും. അതിനെന്തു വേണം? തഖ്വ വേണം. അപ്പോൾ എന്താണ് തഖ്വ? അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളൊക്കെ ചെയ്താൽ അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിന്നാലും അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അതുകൊണ്ട് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്തുകൊണ്ടും അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ടും നിങ്ങൾ തഖ്വയുള്ള ആളുകളായി തീരണം. മാത്രമല്ല, ഇവിടെ ഇത്തഖില്ലാഹ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു നിർത്താതെ മറ്റൊരു കാര്യം കൂടി അതിനോട് ചേർത്ത് പറഞ്ഞു, ഹൈസുമാ കുൻത, നീ എവിടെയായിരുന്നാലും. ഉലമാക്കൾ പറഞ്ഞു, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തഖ്വ എന്നത് ഒരു സത്യവിശ്വാസിയിൽ നിന്ന് വേറിട്ട് പോകാൻ പാടില്ലാത്ത സ്വഭാവമാകുന്നു. അത് വീട്ടിൽ വെച്ചോ അളമാരയിൽ വെച്ചോ പോകാൻ കഴിയാത്ത ഒന്നാണ്. തഖ്വ എന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ വെച്ചു, അല്ലെങ്കിൽ ഞാൻ ഓഫീസിൽ വെച്ച് പോയി, അതല്ലെങ്കിൽ ഞാൻ പോക്കറ്റിൽ വെച്ച് പോയി, അളമാരയിൽ വെച്ച് പോയി, വേറൊരാൾക്ക് കൊടുത്തു, ഇങ്ങനെയൊന്നും പറയാൻ പറ്റാത്തതാണ് എന്ത്? തഖ്വ. അതുകൊണ്ട് തന്നെ യാത്രയിൽ നിങ്ങളുടെ കൂടെ തഖ്വ ഉണ്ടാവണം. നിങ്ങളുടെ നാട്ടിലും ഉണ്ടാകണം, വിദേശത്തും ഉണ്ടാകണം, രാത്രിയിലും ഉണ്ടാകണം, പകലിലും ഉണ്ടാകണം, എല്ലാവരും ഉള്ളപ്പോഴും ഉണ്ടാകണം, ഒറ്റക്കാകുമ്പോഴും ഉണ്ടാകണം. അതിനാണ് ഹൈസുമാ കുൻത, നീ എവിടെയായിരുന്നാലും അവിടെ നിൻ്റെ കൂടെ ഉണ്ടാവേണ്ടത് തഖ്വയാണ്. കാരണം നീ എവിടെയായിരുന്നാലും അവിടെ നിന്നെ വഴിതെറ്റിക്കാൻ ഒരു ശൈത്താൻ നിൻ്റെ കൂടെയുണ്ട്. അത് നീ ഒറ്റക്കാണെങ്കിലും യാത്രയിലാണെങ്കിലും ഏത് സന്ദർഭത്തിലും ആ ശൈത്താനുണ്ട്. ആ ശൈത്താനിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തുന്നത് കൂടിയാണ് തഖ്വ. തഖ്വ എന്നത് സ്വയം സുരക്ഷയാണെങ്കിൽ പിശാചിൽ നിന്നുള്ള സുരക്ഷ കൂടിയാണ് തഖ്വ. അതുകൊണ്ടാണ് യാത്രാ വിഭവം ഒരുക്കണം എന്ന് പറയുന്നിടത്ത് അള്ളാഹു പറഞ്ഞത്, വതസവ്വദൂ ഫഇന്ന ഖൈറസ്സാദി തഖ്വ. നിങ്ങൾ യാത്രയ്ക്ക് വേണ്ടി വിഭവങ്ങൾ ഒരുക്കിക്കോളൂ, പക്ഷെ അതിൽ ഏറ്റവും ഖൈറായത് തഖ്വയാണ്. നിങ്ങളുടെ ബാഗിൽ നിങ്ങളുടെ ഡ്രസ്സും നിങ്ങളുടെ മറ്റു യാത്രക്കാവശ്യമായ സാധനങ്ങളും ബാഗിൽ അടുക്കി വെക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഹൃദയത്തിൽ തഖ്വയും സൂക്ഷിക്കുക. വലിബാസു തഖ്വ ദാലിക ഖൈർ, നിങ്ങൾ ധരിക്കുന്ന വസ്ത്രങ്ങളിൽ തഖ്വയുടെ വസ്ത്രമാണ് ഏറ്റവും ഖൈറായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ മുലാസിമായി എപ്പോഴും കൂടെ ഉണ്ടാവുകയും ഒരിക്കലും നമ്മളിൽ നിന്ന് വേറിട്ട് പോവുകയും ചെയ്യാൻ പാടില്ലാത്ത വിഷയമാണ് എന്ത്? തഖ്വ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ എവിടെയായിരുന്നാലും അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. രണ്ടാമത്തത് ഇതിനോട് ചേർന്ന് തന്നെ നിൽക്കുന്ന വിഷയമാണ്. ഈ ആദ്യം പറഞ്ഞത് ഇത് അള്ളാഹുവിന് ലഭിക്കേണ്ടുന്ന ഹക്കാണ്. അതിനുവേണ്ടിയാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത്, അതിനുവേണ്ടിയാണ് അള്ളാഹു നമുക്കെല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നത്. അതിനോട് ചേർന്ന് വരുന്നതാണ് രണ്ടാമത്തത്. ഇനി ഈ തഖ്വക്ക് വിരുദ്ധമായി നിങ്ങളുടെ ജീവിതത്തിൽ വല്ലതും സംഭവിച്ചാൽ, വഅത്ബിഇസ് സയ്യിഅത്തൽ ഹസനത, ഒരു തെറ്റ് സംഭവിച്ചാൽ അതിനെ നിങ്ങൾ ഇത്തിബാഇ ചെയ്യണം. എന്തിനെ കൊണ്ട് ഇത്തിബാഇ ചെയ്യണം? അൽ ഹസന, ഒരു നന്മയെ കൊണ്ട് പിന്തുടരണം.
എങ്കിൽ തംഹുഹ ആ തിന്മയെ ആ നന്മ മായ്ച്ചു കളയും. ഇവിടെ അസ്സയ്യിഅ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞു സയ്യിഅത്ത് രണ്ട് വിധമാണ്. ഒന്ന് അൻ തകൂന ബൈനൽ അബ്ദി വബൈന റബ്ബിഹി, ഒരു വ്യക്തിയും റബ്ബും തമ്മിലുള്ള തെറ്റ്, വേറെ ആരെയും അത് ബാധിക്കുന്നതല്ല, പക്ഷെ റബ്ബിനോട് ചെയ്യുന്നതാണ്. അല്ലെങ്കിലോ ഔ ബൈനൽ അബ്ദി വബൈന ഇൻസാനിൻ, ഒരാളും മറ്റൊരാളും തമ്മിൽ ഉണ്ടാകുന്ന തെറ്റ്. ഇങ്ങനെ ഇത് രണ്ടും ഉണ്ടാകാം. ഒന്ന് അള്ളാഹുവിനോട് ചെയ്യുന്ന തെറ്റാണ്, അതിനെയും നന്മ കൊണ്ട് എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. ഇനി ഒരു വ്യക്തിയോട് തിന്മ ചെയ്താലോ, ആ വ്യക്തിയോടും നന്മ ചെയ്തുകൊണ്ട് അതിനെ ഫോളോ ചെയ്യുക. അധികം ആളുകളും അശ്രദ്ധയിലായി പോയ ഭാഗം ഈ ഹദീസിലെ ഈ ഒരു ഭാഗമാണ്. മുസ്ലിം ഉമ്മത്ത് മറന്നുപോയ ഒരു ഭാഗമാണിത് രണ്ട് നിലക്കും. ഒന്ന്, നമ്മളൊരു തെറ്റ് ചെയ്തു പോയി. കുല്ലു ഇബ്നി ആദമ ഖത്താഉൻ, ആദമിൻ്റെ മക്കൾക്കൊക്കെ തെറ്റുപറ്റും, ഉറപ്പാണ്. തെറ്റുപറ്റാത്തവരില്ല. നിങ്ങൾ തെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ തെറ്റ് ചെയ്യുന്ന മറ്റൊരു സമൂഹത്തെ അള്ളാഹു കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം തെറ്റ് ചെയ്യാനാണ് നമ്മളെ സൃഷ്ടിച്ചത് എന്നാണോ? അല്ല, തെറ്റു സ്വാഭാവികമാണ്. പക്ഷേ അതിനുവേണ്ടി അള്ളാഹു നിശ്ചയിച്ച പരിഹാരങ്ങൾ ആര് ചെയ്യുന്നു എന്നതാണ് അള്ളാഹുവിൻ്റെ പരീക്ഷണം. അതിൽപ്പെട്ട ഒന്നാണ് നിങ്ങൾ ആ തിന്മയെ നന്മ കൊണ്ട് ഫോളോ ചെയ്യണം. ഏതാണ് അൽ ഹസന? ഇവിടെ പറഞ്ഞ ഹസന രണ്ട് ഷറഹാണ് അതിനുള്ളത്, രണ്ട് വ്യാഖ്യാനമാണ്. ഒന്നാമത്തത് അത്തൗബ, ആ തൗബയേക്കാൾ വലിയൊരു ഹസനത്ത് വേറെയില്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വഇദാ ഫഅലൂ ഫാഹിഷതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം. അവർ സ്വന്തം ദേഹത്തോട് വല്ല തെറ്റും ചെയ്തു പോയാൽ, ഒരു നീചവൃത്തി ചെയ്തു പോയാൽ, പിന്നെ ഉടനെ പറഞ്ഞ നന്മ എന്താണ്? ദക്കറുല്ലാഹ്, അള്ളാഹുവിനെ ഓർക്കുക. അതാണ് അൽ ഹസന. വസ്തഗ്ഫറൂ ലിദുനൂബിഹിം, ആ പാപം പുറത്തു കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് പറയുകയും ചെയ്യുന്നു. അപ്പോൾ ആ തിന്മ സംഭവിച്ചാൽ ഉടനെ തന്നെ ഉണ്ടാകുന്ന നന്മയെക്കുറിച്ച് അള്ളാഹു പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? ദിക്റുല്ലാഹി വൽ ഇസ്തിഗ്ഫാർ, അള്ളാഹുവിനെ ഓർക്കലും ഇസ്തിഗ്ഫാറുമാകുന്നു. അതാണ് ഏറ്റവും നല്ല ഹസനത്ത്. ഹസനത്തിൽ ഏറ്റവും മുന്തിയതായി നിൽക്കുന്നത് ഇസ്തിഗ്ഫാറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിലിരുന്നാൽ പോലും 100-ലധികം തവണ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞിരുന്നു ഒറ്റ മജ്ലിസിൽ. അപ്പോൾ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ചൊല്ലിയിട്ടുണ്ടാകും? അപ്പോൾ ഞാനും നിങ്ങളും എത്ര ചൊല്ലേണ്ടി വരും? അതാണ് ഏറ്റവും വലിയ ഹസനത്ത്. രണ്ടാമത്തത് ആമായ എല്ലാ ഹസനാത്തുകളും. ഒരു തെറ്റ് സംഭവിച്ചാൽ പിന്നെ അതങ്ങനെ തന്നെ തുടരുകയല്ല, അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ മാറി, പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഏറ്റവും വലിയൊരു സുന്നത്ത് അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു കാര്യം നന്മയിൽ പിന്നീട് വർധനവുണ്ടാക്കണമെന്നാണ്. നന്മയിൽ പിന്നീട് വർധനവുണ്ടാക്കേണ്ടതുണ്ട്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അന്ന റജുലൻ അസാബ മിൻ ഇംറഅത്തിൻ ഖുബുല, ഒരു വ്യക്തി ഒരു സ്ത്രീയെ ചുംബിച്ചു, അല്ലെങ്കിൽ ആ വ്യക്തിയെ ആ സ്ത്രീ ചുംബിച്ചു, രണ്ടാണെങ്കിലും സംഭവിച്ചു. ഫഅതൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ഫഅഖ്ബറഹു, സംഭവിച്ച അബദ്ധത്തെക്കുറിച്ച് പറഞ്ഞു. ഒരു ചുംബിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഫഅൻസലല്ലാഹു അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനെ തന്നെ ആയത്തിറക്കി. സൂറത്ത് ഹൂദിലെ 114-ാമത്തെ ആയത്താണ്. എന്താണ് അതിലുള്ളത്? വഅഖിമിസ് സ്വലാത്ത, നമസ്കാരം നിലനിർത്തുക. ത്വറഫൈൻ നഹാർ, പകലിൻ്റെ രണ്ടറ്റങ്ങളിൽ, അഥവാ അൽ ഫജ്റു വൽ ആസ്റു വസുലഫം മിനൽ ലൈൽ, പിന്നെ രാത്രിയിലെ നമസ്കാരങ്ങളും, അൽ മഗ്രിബു വൽ ഇശാഉ, മഗ്രിബും ഇശാഉം, അതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നൽ ഹസനാതി യുദ്ഹിബുന സയ്യിആത്ത്, നിശ്ചയം ധാരാളം നന്മകൾ. അവിടെ ഹസനത്ത് എന്നല്ല പറഞ്ഞത്, ഇന്നൽ ഹസനാതി, നന്മകൾ, യുദ്ഹിബുന സയ്യിആത്ത്, തിന്മകളെ ഇല്ലാതാക്കി കളയുന്നു. ദാലിക ദിക്റാ ലിദ്ദാകിരീൻ, ദാക്കിരീങ്ങൾ ഇത് ഓർത്തു വെക്കട്ടെ എന്നാണ്. ഓർത്തു വെക്കുന്നവർ ഇത് ഓർത്തു വെക്കട്ടെ എന്നാണ്. കാരണം അധികം ആളുകൾ മറന്നു പോകുന്ന വിഷയമാണ്. തെറ്റ് സംഭവിച്ചാൽ തൗബയുടെ കൂടെ ഇസ്തിഗ്ഫാറിൻ്റെ കൂടെ എന്ത് ചെയ്യുക? ധാരാളം നാം നേരത്തെ പതിവാക്കിയിട്ടില്ലാത്ത നന്മകൾ തന്നെ തേടിപ്പിടിച്ച് ധാരാളം നന്മകൾ ചെയ്യുക. അതുകൊണ്ടാണ് ഇന്നൽ ഹസനാത്തി ബഹുവചന രൂപത്തിൽ പറഞ്ഞത്. ധാരാളം നന്മകൾ ധാരാളം തിന്മകളെ ഇല്ലാതെയാക്കി കളയുന്നതാണ്. അതുകൊണ്ടാണ് ആ സഹാബി ചോദിച്ചത്, അള്ളാഹുവിൻ്റെ റസൂലേ, യാ റസൂൽ അല്ലാ അലിയ ഹാദ, ഇതെനിക്ക് വേണ്ടി മാത്രം ഖാസായി ഇറങ്ങിയ ആയത്താണോ? കാരണം അദ്ദേഹം ഇത് വന്ന് ചോദിച്ചപ്പോഴാണല്ലോ ഈ ആയത്ത് അവതരിപ്പിക്കപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, ലി ജമീഇ ഉമ്മത്തി കുല്ലിഹിം, എൻ്റെ ഉമ്മത്തിലെ മുഴുവൻ ആളുകൾക്കും ഇൻഷാ അല്ലാഹ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അബദ്ധങ്ങൾ സംഭവിച്ചാൽ ഇത് അബദ്ധങ്ങൾ ചെയ്യാനുള്ള പ്രോത്സാഹനമല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിരാശപ്പെടാതിരിക്കാനുള്ള ആയത്തുകളാണ്.
നമ്മൾ അവഗണിക്കാൻ പാടില്ലാത്ത, നമ്മൾ ശ്രദ്ധിക്കാതെ പോകാൻ പാടില്ലാത്തൊരു വിഷയമാണിത്. പരിശുദ്ധ ഖുർആനിൽ എവിടെയെല്ലാം തൗബയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ ഉടനെ തന്നെ അമലു സാലിഹാത്തിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ചില വചനങ്ങൾ ശ്രദ്ധിക്കുക. സൂറത്തു മറിയം 60-ാമത്തെ ആയത്ത്, ഇല്ലാ മൻ താബ വ ആമന വ അമില സാലിഹൻ ഫഉലൈക യദ്ഖുലൂനൽ ജന്ന വലാ യുദ്ലമൂന ശൈഅ. ഒരാൾ തൗബ ചെയ്യുകയും വിശ്വാസം നേരെയാക്കുകയും വഅമില സാലിഹൻ എന്നിട്ട് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്താൽ അവർക്ക് സ്വർഗ്ഗലോകത്ത് പ്രവേശനം ലഭിക്കുന്നതാണ്. സൂറത്തു താഹയിലെ 82-ാമത്തെ ആയത്ത്, വ ഇന്നി ലഗഫാറുൽ ലിമൻ താബ വഅമില സാലിഹൻ സുമ്മ ഹതദ. ശ്രദ്ധിക്കൂ, നിശ്ചയം തൗബ ചെയ്യുന്ന ആളുകൾക്ക് ഞാൻ മാപ്പ് നൽകുന്നവനാണ്, എന്നിട്ട് അവർ വിശ്വാസം നേരെയാക്കണം, വഅമില സാലിഹൻ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണം, സുമ്മ ഹതദ പിന്നെ നേരെ ചൊവ്വെ ജീവിക്കണം, അപ്പോൾ അബദ്ധങ്ങൾ പറ്റിയാൽ തൗബ ചെയ്യുക, പിന്നെ നേരെ ചൊവ്വെ നല്ല മനുഷ്യരായി ജീവിക്കണം. സൂറത്തുൽ ഫുർഖാനിൽ ഷിർക്കിനെക്കുറിച്ച്, കൊലപാതകത്തെക്കുറിച്ച്, വ്യഭിചാരത്തെ സംബന്ധിച്ചൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു, ഇല്ലാ മൻ താബ വ ആമന വ അമില സാലിഹൻ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാതിൻ. തൗബ ചെയ്യുകയും വിശ്വാസം നേരെയാക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്താൽ അവരുടെ തിന്മകളെ നാം നന്മകളാക്കി മാറ്റിക്കൊടുക്കുമെന്നാണ്. അതെങ്ങനെയാണ് തിന്മകളെ നന്മകളാക്കി മാറ്റിക്കൊടുക്കുക? പണ്ഡിതന്മാർ പറഞ്ഞു, മഗ്ഫിറത്താണ് ഏറ്റവും വലിയ നന്മ. ആ തിന്മകൾക്കൊക്കെ പകരം അല്ലാഹു മഗ്ഫിറത്ത് നൽകുന്നതാണ്. 2, തെറ്റ് ചെയ്യുന്ന സ്ഥാനത്ത് പിന്നീട് നന്മ ചെയ്യുന്ന ഒരവസ്ഥ ആ വ്യക്തിക്ക് വന്നു. അതുകൊണ്ടാണ് ചില ഉലമാക്കൾ പറഞ്ഞത്, എത്ര സൽക്കർമ്മം ചെയ്ത ആളുകളാണ് അവരുടെ സൽക്കർമ്മത്തിലൂടെ അവർ നരകത്തിൽ പോയി, എത്ര ദുഷ്കർമ്മം ചെയ്തവരാണ് അവരുടെ ദുഷ്കർമ്മത്തിലൂടെ അവർ സ്വർഗത്തിലും പോയി. പണ്ഡിതന്മാരങ്ങനെ പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, ഇതെന്ത് വർത്തമാനമാണ് നിങ്ങൾ പറയുന്നത്? എന്താണ് ഈ പറയുന്നത്? സൽക്കർമ്മത്തിലൂടെ നരകത്തിലും ദുഷ്കർമ്മത്തിലൂടെ സ്വർഗത്തിലുമോ? അവർ പറഞ്ഞു, അതെ, ഒരാൾ സൽക്കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കും, അവസാനം അവന് ഒരു തരം ഉജുബ് പിടികൂടും. ഞാൻ തന്നെയാണ് മുന്തിയവൻ എന്നവൻ കരുതും. മറ്റുള്ളവരോട് അവൻ അങ്ങനെ ദുൽമ കാണിക്കാൻ തുടങ്ങും. മറ്റുള്ളവരൊക്കെ അവൻ ചെറുതായി കാണും. ഞാൻ തന്നെ സ്വർഗത്തിൽ, നിങ്ങളൊക്കെ നരകത്തിൽ എന്ന നിലപാട് അവൻ സ്വീകരിക്കും. അവൻ്റെ ആ നിലപാടും കിബറും അഹങ്കാരവും അവൻ്റെ നന്മകളെയെല്ലാം ഇല്ലാതെയാക്കും. അങ്ങനെ അവൻ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടും. എന്നാൽ തിന്മ ചെയ്ത വ്യക്തിയോ, ആ തിന്മ അയാളുടെ മനസ്സിൽ ഒരു വലിയ പർവ്വതം തൻ്റെ തലയിലേക്ക് വീഴുന്നത് പോലെയുള്ളൊരവസ്ഥയിൽ അവൻ ആ തിന്മയെക്കുറിച്ച് എന്നും ചിന്തിക്കും, ആലോചിക്കും, ഭയപ്പെടും, അവൻ കരയും, അള്ളാഹുവിനോട് തൗബ ചെയ്യും, സാധിക്കുന്നത്ര നന്മകളൊക്കെ ചെയ്യും. കാരണം എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, അത് പരിഹരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് പേടിയാൽ പിന്നീട് അയാൾ നന്മയിൽ മുന്നേറും. അങ്ങനെ ആ തിന്മ അയാളെ സ്വർഗ്ഗക്കാരനാക്കി, വേറൊരാളുടെ നന്മ അയാളെ നരകക്കാരനുമാക്കി. അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ, ഏത് തിന്മകളെയും അള്ളാഹു നന്മയാക്കി മാറ്റിത്തരും നമ്മുടെ തൗബയിലൂടെ, അതിനുശേഷമുള്ള നമ്മുടെ സൽക്കർമ്മങ്ങളിലൂടെ. സൂറത്തുൽ ഖസസിലെ 67-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫഅമ്മാ മൻ താബ വ ആമന വ അമില സാലിഹൻ ഫഅസാ അൻ യകൂന മിനൽ മുഫ്ലിഹീൻ. അത് ശ്രദ്ധേയമായ ഒരു അവസാനിപ്പിക്കലാണ്. ആരെങ്കിലും തൗബ ചെയ്യുകയും വിശ്വാസം നന്നാക്കി തീർക്കുകയും പിന്നീട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്താൽ അവൻ വിജയിച്ചേക്കാം. ഫഅസാ അൻ യകൂന മിനൽ മുഫ്ലിഹീൻ. അങ്ങനെയുള്ളവർക്ക് വിജയിക്കാൻ സാധിച്ചേക്കാം, അല്ലാത്തവർ പരാജയപ്പെട്ടു പോകും എന്നാണ് ഇവിടെ സൂചന നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ സഹോദരങ്ങളെ, എന്തൊരു തിന്മകൾ സംഭവിച്ചാലും ധാരാളം നന്മകൾ കൊണ്ട് സദഖകൾ വർദ്ധിപ്പിക്കുക, ധാരാളം സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക. ഇവിടെ ഉലമാക്കൾ പറഞ്ഞു, ഈ സയ്യിഅത്ത് 2 നിലക്ക് സംഭവിക്കാം. ഒന്ന്, അള്ളാഹു നിഷിദ്ധമാക്കിയ ഒരു കാര്യം ചെയ്തു പോവുക, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വാജിബാക്കിയ ഒരു കാര്യം വിട്ടുപോവുക. 2നും സൽക്കർമ്മങ്ങളുടെ വർധനവ് സഹായിക്കും. ഉദാഹരണത്തിന് ഉലമാക്കൾ പറഞ്ഞു, ഒരാൾക്ക് റമളാനിൽ അതിൻ്റെ ഗൗരവമില്ലാതെ ധാരാളം നോമ്പ് നഷ്ടപ്പെടുത്തിയവരുണ്ടാകാം. അതേപോലെ തന്നെ ധാരാളം നമസ്കാരം നഷ്ടപ്പെടുത്തിയവരുണ്ടാകാം മനഃപൂർവ്വം തന്നെ. അവരെന്താണ് ചെയ്യേണ്ടത്? ഖളാ വിട്ടുകയാണോ വേണ്ടത്? ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞു, അവിടെ ഖളാഇന് പ്രസക്തിയില്ല, അവരുടെ സമയം കഴിഞ്ഞുപോയി, അവർ തൗബ ചെയ്യട്ടെ. പിന്നീട് ഈ പറയപ്പെട്ട ഏത് ഇബാദത്തുകളിലായിരുന്നോ വീഴ്ച സംഭവിച്ചത്, അത്തരം ഇബാദത്തുകളെ പ്രത്യേകം പരിഗണിച്ച് ധാരാളമായി അതിൽ വർധനവുണ്ടാക്കുക. അതേപോലെ തന്നെ ഹജ്ജും ഉംറയും ധാരാളമായി വർദ്ധിപ്പിക്കുക. അതേപോലെ തന്നെ സദഖകൾ വർദ്ധിപ്പിക്കുക, കുടുംബബന്ധം ചേർക്കൽ വർദ്ധിപ്പിക്കുക, ജനങ്ങൾക്ക് ഭക്ഷണം നൽകുക. അങ്ങനെ നല്ല നല്ല കർമ്മങ്ങളിൽ മുന്നേറിയാൽ അള്ളാഹു നമ്മുടെ തിന്മകളെയെല്ലാം മായ്ച്ചു കളയുന്നതാണ്. 3-ാമത്തത്, വഖാലിഖിന്നാസ ബിഖുലുഖിൻ ഹസനിൻ. ഇത് ജനങ്ങൾക്ക് കൊടുക്കേണ്ട ഹക്കാണ്. നിങ്ങൾ ജനങ്ങളോട് ഏറ്റവും നന്നായി പെരുമാറുക. പണ്ഡിതന്മാർ ഖുലുഖുൻ ഹസൻ എന്നതിന് കൊടുത്തിട്ടുള്ള ഏറ്റവും ചെറിയൊരു ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചാൽ, നിന്നോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത്, അതേപോലെ നീ മറ്റുള്ളവരോട് പെരുമാറുന്നതിനാണ് ഖുലുഖുൻ ഹസൻ എന്ന് പറയുന്നത്. ഇത് ജാമിഉം മാനിയുമായ ഒരു ഡെഫിനിഷനാണ്, ഒരു താരീഫാണ്. അഥവാ നിന്നോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്, മറ്റുള്ളവർ നിന്നോട് എങ്ങനെ പെരുമാറിയാലാണ് നിൻ്റെ മനസ്സിന് വിഷമമുണ്ടാവുന്നത്, അതേ രൂപത്തിൽ നീ മറ്റുള്ളവരോട് പെരുമാറരുത്. ഒരാൾ നിന്നെ വഴക്ക് പറഞ്ഞാൽ അത് നിൻ്റെ ഹൃദയത്തിന് മുറിവേൽപ്പിക്കുമെങ്കിൽ നീ മറ്റൊരാളെ വഴക്ക് പറയരുത്.
വേറൊരാൾ നിന്നെ അർത്ഥം വെച്ചുകൊണ്ട് വല്ലതും പറഞ്ഞാൽ അത് നിന്റെ മനസ്സിന് മുറിവേൽപ്പിക്കുമെങ്കിൽ നീയും അർത്ഥം വെച്ച് മറ്റൊരാളെ പറയരുത്. നിന്റെ ഗീബത്തോ നിന്റെ നമീമത്തോ മറ്റൊരാൾ പറയുന്നത് നീ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ മറ്റൊരാളുടെ ഗീബത്തും നമീമത്തും നീ പറയരുത്. ഇങ്ങനെ തുടങ്ങി തനിക്ക് താൻ എന്താണോ ഇഷ്ടപ്പെടുന്നത് അതേ മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടാവൂ. അപ്പോഴാണ് ഒരാളുടെ ഈമാൻ പൂർത്തിയാകുന്നത്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീ മാ യുഹിബ്ബു ലി നഫ്സിഹി. നിങ്ങൾ നിങ്ങളുടെ സഹോദരന് നിങ്ങൾക്ക് എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് ഇഷ്ടപ്പെടാത്ത കാലത്തോളം നിങ്ങളുടെ ഈമാൻ പൂർത്തീകരിക്കപ്പെടുകയില്ല. അതുകൊണ്ട് എല്ലാവരോടും നല്ല നിലക്ക് പെരുമാറുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലെ വാക്കുകളെ ജംഉ ചെയ്തെടുത്തുള്ള ഫവായിദുകളിൽ ഉലമാക്കൾ പറഞ്ഞത്, ഇവിടെ ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത് എന്ന് പറഞ്ഞു. ഈ ഹദീസിനെ അവസാനിപ്പിക്കുന്നത് വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ. അവിടെ ഉലമാക്കൾ പറയുന്ന ഒരു കാര്യമുണ്ട്, സൽസ്വഭാവമില്ലാത്ത ഒരാളുടെ തഖ്വ അയാൾക്ക് ഉപകാരപ്പെടുകയില്ല. ശ്രദ്ധിക്കുക. ചില ആളുകൾ അള്ളാഹുവിനോടുള്ള അവകാശം ഹഖുല്ലാ അത് പൂർണ്ണമായി നിർവഹിക്കും. നമസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ അബ്ദുകൾക്ക് കൊടുക്കേണ്ടതോ അത് കൊടുക്കുകയുമില്ല. എല്ലാവരോടും മോശമായി പെരുമാറുന്ന വ്യക്തി. എന്നാൽ നിസ്കാരത്തിലും എല്ലാ കാര്യത്തിലും കൃത്യതയുമുണ്ട്. അവരുടെ നമസ്കാരം അവർക്ക് ഉപകാരപ്പെടുകയില്ല. ഇൻതബിഹു, ശ്രദ്ധിക്കുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഇങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിനോട് ഒരു സഹാബി വന്നിട്ട് പറയാണ്, നബിയെ, എൻ്റെ വീടിൻ്റെ അടുത്തൊരു സ്ത്രീയുണ്ട്. നമസ്കാരത്തിലും നോമ്പിലും സദഖയിലും എല്ലാറ്റിലും അറിയപ്പെടുന്നൊരു സ്ത്രീയാണ്. പക്ഷേ അയൽവാസികൾക്ക് നാവ് കൊണ്ട് എല്ലാ ഉപദ്രവവും ആ സ്ത്രീയെ കൊണ്ടുണ്ട് താനും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ നൽകിയ മറുപടി, ഹിയ ഫിന്നാർ, ആ സ്ത്രീ നരകത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അള്ളാഹുവിന് കൊടുക്കേണ്ടതൊക്കെ ഉണ്ട്, നമസ്കാരൻ്റെ എല്ലാമുണ്ട്. അബ്ദുകൾക്ക് കൊടുക്കേണ്ടതൊന്നുമില്ല. നാവ് ശരിയല്ല. വീണ്ടും പറഞ്ഞു, നബിയെ, ഞങ്ങൾക്കൊരു കുടുംബത്തെ അറിയാം. അവർ വലിയ നമസ്കാരക്കാരും നോമ്പുകാരൊന്നുമല്ല, അവർ വാജിബായത് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു മനുഷ്യനും അവരെ കൊണ്ടൊരു ഉപദ്രവമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹിയ ഫിൽ ജന്ന, അവർ സ്വർഗത്തിലാണ്. നോക്കൂ നിങ്ങൾ, മനുഷ്യൻ്റെ പെരുമാറ്റം നന്നായിട്ടില്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും കാര്യമില്ല. മാത്രമല്ല ഇബാദത്തുകളിലൂടെ തന്നെ അള്ളാഹു ഉദ്ദേശിക്കുന്ന പ്രഥമ ലക്ഷ്യങ്ങളിലൊന്ന് മനുഷ്യന് ശുദ്ധീകരിക്കലാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നിയോഗിച്ചത് എന്തിനാണ്? ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീയീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം. അള്ളാഹുവിൻ്റെ വചനങ്ങൾ ഓതിക്കേൾപ്പിച്ചുകൊണ്ട് അവരെ സംസ്കരിച്ചെടുക്കുകയാണ്. സംസ്കാരം സിദ്ധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഈ ആയത്തുകളൊക്കെ ഓതിയിട്ട് എന്ത് കാര്യം? ഈ ഹദീസുകളൊക്കെ കേട്ടിട്ടെന്ത് കാര്യം? ഹദീസും ആയത്തുമൊക്കെ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ പഠിപ്പിക്കപ്പെടുന്നത് മനുഷ്യന് സംസ്കരിക്കപ്പെടണം. അവൻ്റെ സ്വഭാവവും പെരുമാറ്റവും സംസ്കരിക്കപ്പെടണം. അതിലേ അർത്ഥമുള്ളൂ, അല്ലാത്തതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല എന്ന് തിരിച്ചറിയുക.